നല്ല വൈസ് ഡിസിഷനാണ് നൂറ എടുത്തത്. അത് പറയാതിരിക്കാൻ വയ്യ. കിരീടം ടാസ്കിന്റെ ഫൈനൽ ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ടീം ക്യാപ്റ്റൻസ് ആയ നൂറയും ഒനീലുമാണ് ടാസ്കിൽ പങ്കെടുക്കുന്നത്. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടേബിളിന്റെ അപ്പുറത്തും ഇപ്പുറത്തും 2 ചെയർ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരുടെയും തലയിൽ ഓരോ ക്യാപ്പ് വീതമുണ്ട്. ക്യാപ്റ്റൻ വിസിൽ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ തലേന്ന് ക്യാപ്പ് ഊരി അവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഹാങ് ആണ് ഫസ്റ്റ് ഹാങ് ചെയ്യുന്നത് അവരായിരിക്കും വിജയം. ആദ്യം നൂറ കൈയെടുത്തപ്പം ഒനീലിന്റെ സ്റ്റാൻഡ് താഴെ പോയി. സോ അത് ഫൗൾ. സെക്കൻഡ് ടൈം ഒനീലിന്റെ ക്യാപ്പ് നൂറ എടുത്തപ്പം തല ഫ്രണ്ടിലോട്ട് വലിച്ചു എന്നൊക്കെ ഒനീൽ പറഞ്ഞു. പക്ഷെ നൂറയാണ് ഫസ്റ്റ് അത് ഹാങ് ചെയ്തത്. അതുകൊണ്ട് നൂറയെ വിന്നറായിട്ട് അനൗൺസ് ചെയ്തു. ടാസ്കിൽ വിൻ ചെയ്തതുകൊണ്ട് 3 സൂപ്പർ പവർ ആണ് നൂറയുടെ ടീമിന് കിട്ടുന്നത്. ഫസ്റ്റ് സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാമിലി പവർ. ഫാമിലി വീക്കിൽ ഈ പവർ ഉള്ളവർ ഹൗസിനുള്ളിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് 1 ഡേ ആണ് ഫാമിലിയെ നിർത്താമെങ്കിൽ ഈ പവർ ഉള്ളവർക്ക് 1 വീക്ക് ഫാമിലിയെ നിർത്താം. സെക്കൻഡ് സൂപ്പർ നോമിനേഷൻ പവർ ആണ്. ഈ പവർ ഉള്ളവർക്ക് നെക്സ്റ്റ് 3 വീക്സിൽ ഡയറക്റ്റ് ഒരാളെ നോമിനേറ്റ് ചെയ്യാം. തേർഡ് പവർ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ ആണ്. ഈ പവർ ഉള്ളവർ നെക്സ്റ്റ് 3 വീക്സിൽ നോമിനേഷൻ ഫ്രീ ആയിരിക്കും. അപ്പൊ നൂറ പറഞ്ഞു എനിക്ക് എന്തായാലും ഫാമിലി പവർ വേണ്ട, എന്റെ ടീംമേറ്റ്സുമായിട്ട് എനിക്ക് ഡിസ്കസ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ബിഗ് ബോസ് പറഞ്ഞു ഇല്ല, ക്യാപ്റ്റൻ ഒറ്റയ്ക്കാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പൊ നൂറ ഫാമിലി പവർ ബിന്നിക്ക് കൊടുത്തിട്ട് ബാക്കി 2 പവറും നൂറ തന്നെ എടുത്തു. നൂറ എടുത്തത് കറക്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ഗെയിമാണ്. ഗെയിമിൽ അവർ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാനാണ് വന്നത്. ബാക്കിയുള്ളവരെ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നൂറ എടുത്തത് നല്ലൊരു ഡിസിഷൻ തന്നെയാണ്. ഏറ്റവും പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ്സ് കിട്ടാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.